അരെ നമുക്ക് ഡൗട്ടായിട്ട് കിട്ടിയ CGL മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റനാണ്. വെൻ എ 2-digit number is multiplied by the sum of its digit, the product is 424. The number obtained by interchanging its digit is multiplied by the sum of digit. The result is 280. The sum of digit of the given number. അതാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും വേഗത്തിലും ചെയ്യാം, സമയമെടുത്ത് എഴുതുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ള രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വരുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ എങ്ങനെയാണ് ഇത് കോമൺ സെൻസ് വെച്ച് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 2-digit നമ്പറാണ്, അതിനെ സം ഓഫ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രോഡക്റ്റ് ഇത് കിട്ടുന്നത്. അതായത് ഈ 424 എന്ന് പറയുന്നത് നമ്മളുടെ സം ഓഫ് ഡിജിറ്റിൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. രണ്ടാമത്തെ കേസിൽ ആ നമ്പർ തിരിച്ചിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതേ സം ഓഫ് ഡിജിറ്റ് കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 280 കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? നമ്മളുടെ സം ഓഫ് ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റാണ് ഈ 424ഉം 280. സം ഓഫ് ഡിജിറ്റാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ 7 കൊടുത്തു കഴിഞ്ഞാൽ 7 427ൻ്റെ മൾട്ടിപ്പിളാണോ? അല്ല. 427/7 ചെയ്യുമ്പോൾ 6 ശിഷ്ടം 4 വരും. അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ. കാര്യം സം ഓഫ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു നമ്പറായിരിക്കും, ഒരിക്കലും പോയിൻ്റ് വരത്തില്ല. ഇനി 9, ഇപ്പോൾ ആ നമ്പർ പോയിൻ്റ് ഉള്ള നമ്പറല്ല, 2-digit നമ്പറാണ്. 9 ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണോ? 427 അല്ല. 4 × 6 = 10 അല്ല. 6 മൾട്ടിപ്പിളാണോ? 7 അല്ല. 6 മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ബാക്കിയുള്ളത് ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കൺഫേം ചെയ്യാം. 424 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 3 53. 280 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 35. ഈ നമ്പേഴ്സ് എന്താണ്? രണ്ടും 5 53 എഴുതി 35 എഴുതി, രണ്ടും എന്താണ്? തലതിരിച്ചുള്ള നമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ആയിട്ടുള്ള നമ്പേഴ്സാണ്. പ്രോഡക്റ്റ് എന്ത് കിട്ടും? സം ഓഫ് ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 427 കിട്ടും, 280 കിട്ടും. അങ്ങനെ കൺഫേം ചെയ്തു. എത്ര സമയം എടുക്കും ഇങ്ങനെ ചെയ്യാൻ? <10 സെക്കൻഡ്. അപ്പോൾ <10 സെക്കൻഡിൽ CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ. ഇനി അല്ല, ഇതിൻ്റെ ഡീറ്റെയിൽഡ് മെത്തേഡ് നിങ്ങൾക്ക് അറിയണം. ചിലതിനകത്ത് 2 എണ്ണം ഒരേ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 എണ്ണം, ഇപ്പോൾ ഇത് 6ൻ്റെ മൾട്ടിപ്പിളുമാണ്, ഇതും 6ൻ്റെ മൾട്ടിപ്പിളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതേ പ്രോപ്പർട്ടി, അതേ കാര്യം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. എൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓപ്ഷൻ വഴി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളധികം കണ്ടു കാണത്തില്ല. ഇനി ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറിജിനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഇത് എക്സാമിന് ഉപയോഗിക്കാനല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി, ആകാംക്ഷ അകത്താൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് മെത്തേഡ് എന്ത് ചെയ്യാം? ആ നമ്പറിനെ ഞാൻ XY എന്ന് പറയുന്ന എക്സും വൈ ആണ് ഡീറ്റെയിൽ എന്ന് വെച്ചോ. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10x + y എന്ന് എഴുതാം. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ 36 എന്ന് പറയുന്ന നമ്പർ, അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 6 9 ആണ് സം ഓഫ് ഡിജിറ്റ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10 + 6. ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ൻ്റെ സ്ഥാനം. ഇപ്പോൾ 10x + y ആണ് ആ നമ്പർ. അപ്പോൾ ആ നമ്പറിനെ ഞാൻ അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് ആയിട്ടുള്ള x + y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 424 അല്ലേ? 424 കിട്ടി. ഇനി ഇതേ നമ്പറിനെ തിരിക്കുവാണ്. XY എന്ന് പറഞ്ഞാൽ YX ആയി. അപ്പോൾ നമ്പർ എന്താവും? 10y + x എന്ന ഫോമിലാവും. അതിനെ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ്? സം ഓഫ് ഡിജിറ്റ് ആയിട്ടുള്ള x + y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 280 വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഞാൻ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും പോയി 10x + y/10y + x എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുവാണ്. ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം? 7 വെച്ച് പറ്റത്തില്ല, 4 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 106, ഇവിടെ 70, ഒന്നുകൂടെ കിട്ടുമ്പോൾ 53ഉം 35ഉം കിട്ടും. 53 35. ഇപ്പോൾ ഇവിടെ 10x + y 53 ആണെങ്കിൽ 10y + x 35 ആണ്. ഇപ്പോൾ എക്സിന് ഞാൻ 5ഉം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാം, നിങ്ങൾ എക്സ് ഒക്കെ വെച്ച് സോൾവ് ചെയ്യേണ്ടി വരും. എക്സിന് ഞാൻ 5ഉം വൈക്ക് 3ഉം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് സാറ്റിസ്ഫൈ. എക്സിന് 5 കൊടുക്കുമ്പോൾ ഇത് 50ഉം 3 53, വൈക്ക് ഇവിടെ 3 കൊടുക്കുമ്പോൾ 30ഉം 5ഉം 35 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ 3ഉം ആണ്. അല്ലാത്തവർക്ക് ഇതും കിട്ടാത്തവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ഒരു ഓപ്ഷനിൽ നോക്കി ചെയ്യേണ്ട ഒരു ക്വസ്റ്റിന് എത്രത്തോളം സ്റ്റെപ്പാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇതായിരിക്കും നിങ്ങൾ പല സ്ഥലത്തും കാണുന്ന സൊല്യൂഷൻ, പലവരും നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബുക്കിൽ കാണുന്ന സൊല്യൂഷൻ. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സിന് 5ഉം വൈക്ക് 3ഉം കൊടുത്താൽ ആ നമ്പർ നമുക്ക് 53 എന്ന് പറയാം. തിരിച്ചിടുമ്പോൾ 35 കിട്ടും. 53നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 424 കിട്ടും. അതേപോലെ 35നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 280 കിട്ടും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 5 3 8 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വഴി, ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് വഴി. എക്സാമിന് നിങ്ങൾ ബെസ്റ്റ് വഴി ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരേക്കായി മുന്നിൽ എത്താം.
നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഈ ഒരു മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ഈ ചാനലിൽ ഞാൻ ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ചെയ്യുന്നത്, ഓരോ മെത്തേഡ്സ് നിങ്ങളെ കൊണ്ടുവരുന്നത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, ഫുള്ളായിട്ട് ക്ലാസ് കാണാൻ ശ്രമിക്കുക. 200-300 വ്യൂസൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു നാളിലത് മാറും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് പറയുക, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.